സുനിഷ, ഗുഡ് മഴയുണ്ടോ മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്ത്? ഒപ്പം നമുക്കറിയാം അലേർട്ട് അനുസരിച്ച് ഓറഞ്ച് അലേർട്ടാണ് 4 ജില്ലകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസത്തെ മഴ നമ്മൾ കണ്ടതാണ്. അതിശക്തമായ മഴ തന്നെയായിരുന്നു എറണാകുളത്തും അടക്കമുള്ള 3 ജില്ലകളിലൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് അലേർട്ട് പ്രത്യേകമായിട്ടും ഒരു റെഡ് അലേർട്ടിലേക്കൊക്കെ മൂവാൻ അല്ലെങ്കിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഓറഞ്ച് അലേർട്ട് ആണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ, അല്ലേ? ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ മഴ ഈ അലേർട്ട് എപ്പോഴാണ് മാറുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. രാവിലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴ ഏതായാലും തിരുവനന്തപുരത്ത് കാണാനില്ല. പക്ഷേ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് ഏതായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുമുണ്ട്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ഈ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. മറ്റ് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മൺസൂൺ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ളൊരു കാരണമായി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. പക്ഷേ നാളെ മറ്റന്നാളോടുകൂടി തന്നെ കാലവർഷം അടുക്കുകയും ചെയ്യും. അതോടുകൂടി ശക്തമായ മഴ ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്നത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുകയും ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ 8 ജില്ലകളിൽ മാത്രമാണ് അലേർട്ടുകൾ ഉള്ളത്, മഴ മുന്നറിയിപ്പ് ഉള്ളത്. പക്ഷേ പോലും മലയോര മേഖലകളിലും തീരദേശത്തുള്ളവരുമൊക്കെ ഈ അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. 50 കിലോമീറ്റർ അധികം വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റുണ്ടാകുമെന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്, പലയിടത്തും മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുന്നു, ഈ വാഹനത്തിന് മുകളിലേക്ക് മരം വീഴുന്നു, അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സ്ഥിതിയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കടലാക്രമണത്തിനുള്ള സാധ്യത കൂടി പറയുന്നു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കേരള തീരത്ത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് നിലവിൽ തുടരുക തന്നെയാണ്. ഏതായാലും കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിലാകുന്നൊരു സ്ഥിതിവിശേഷം പല താഴ്ന്ന പ്രദേശങ്ങളിലും ഉണ്ട്. കാരണം ഒരു 3 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളും വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയാണ്. അതിന് ചിലതായ പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ സ്മാർട്ട് റോഡിന്റെ ആയാലും ഓട വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും മഴക്കാലപൂർവ്വ ശുചീകരണമായാലും അതൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി എല്ലാവരും എടുത്തു കാണിക്കുകയും ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാലവർഷം കൂടി അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ കനക്കുമ്പോൾ അത് ഏത് രീതിയിൽ ഇനി വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സ്ഥിതി, ഇപ്പൊ കൊച്ചിയിലൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ മേഘവിസ്ഫോടനമോ അത്തരത്തിൽ ഇനിയും സാധ്യതകൾ ഉണ്ടോ എന്നതടക്കമുള്ള സംശയമുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ അലർട്ടുകൾ 8 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. 10 മണിയോടുകൂടി പുതിയ മുന്നറിയിപ്പുകൾ വരും. അതോടുകൂടി കൂടുതൽ ജില്ലകളിൽ മഴയുണ്ടോ എന്നതടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഒപ്പം തന്നെ ഈ മലയോര തീരദേശ മേഖലകളിലുള്ളവരോട് അതീവ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുമുണ്ട്. സുനിഷ, ഇപ്പോൾ ഈ തീരദേശ മേഖലയിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഈ മഴ കനത്തതോടുകൂടി തന്നെ പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ തലസ്ഥാനത്ത് മാത്രം 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 14 കുടുംബങ്ങളിലായിട്ടുള്ളവരെ 32ഓളം പേരെ മാറ്റിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ സർക്കാരിന്റെ തലത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ കടലാക്രമണത്തിനുള്ള സാധ്യത, ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ കൃത്യമായ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായി തന്നെ ഈ കൺട്രോൾ റൂമുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ മാറാനുള്ളതിന് ഉതകുന്ന രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഒരു സ്ഥിതി ഉണ്ടായാൽ അതിനനുസരിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുമെന്നത് സർക്കാർ തലത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 5ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ്
ജില്ലകളിലും ഇതേ രീതിയിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നതാണ്. ഇനിയും മഴ കടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ടി വരും എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം പല വീടുകളിലും ഈ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി നടത്താൻ സർക്കാർ തലത്തിൽ പറയുന്നുണ്ട്. കൺട്രോൾ റൂമുകൾ അടക്കം തുറന്നിട്ടുണ്ട്. വേണ്ട ക്രമീകരണങ്ങൾ ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പല നിർദ്ദേശങ്ങളും എന്തൊക്കെ ചെയ്യണം, ഇടിമിന്നൽ അടക്കമുള്ള ഇന്നലെ മിന്നലേറ്റ് വീട് തകരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ മാത്രമല്ല, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത, ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയൊക്കെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് സർക്കാർ തലത്തിലും നൽകുന്നുണ്ട്. ഏതായാലും മഴ കനക്കുകയാണ്. അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്നതാണ് സർക്കാരും പറയുന്നത്. ശരി സുനിഷ, എന്തായാലും മഴ കനക്കുമെന്ന് തന്നെയാണ്. കാലവർഷം എത്തുന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും അതിന്റെ ഭാഗമായിട്ടുള്ള മഴയാണ്. അതാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ കണ്ടത്. കനത്ത മഴ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. ഇപ്പോഴത്തെ അലർട്ട് അനുസരിച്ച് 10 മണിയോടുകൂടി പുതിയ അലർട്ട് വരും. അപ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് പുതിയ അലർട്ട് എന്നുള്ള കാര്യം. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.